അയോധ്യയിൽ ഇന്ന് ധ്വജാരോഹണം നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവ്യ പതാക ഉയർത്തി. ശരിക്കും ഭാരതീയർക്കെല്ലാം തന്നെ അഭിമാനിക്കാൻ കഴിയുന്നൊരു നിമിഷം കൂടിയല്ലേ ഇത്? അതെ, അതായത് നമ്മളെല്ലാം ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. അവിടെ നേരത്തെ അഭിഷേകം നടന്നത് അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം പാർലമെൻറ്റിൽ മറ്റേ നെഹ്റു പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ, അത് അഭിജിത്ത് മുഹൂർത്തത്തിലാണ്. ഓഗസ്റ്റ് 14 പാതിരയ്ക്കാണ് അഭിജിത്ത് മുഹൂർത്തം എന്നുള്ളത് കൊണ്ട് പാതിരയ്ക്ക് ആണ് അത് ചെയ്തത്. ഇന്ന് 11:45 മുതൽ 12:29 വരെ ആയിരുന്നു അഭിജിത്ത് മുഹൂർത്തം. മാത്രമല്ല, ഇന്ന് 25-ാം തീയതി വിവാഹ് പഞ്ചമി ആയിരുന്നു. വിശേഷ ദിവസമാണ് എന്ന് പറഞ്ഞാൽ രാമൻ്റെയും സീതയുടെയും വിവാഹം ത്രേതായുഗത്തിൽ നടന്ന ദിവസമാണ് ഇന്ന് വിവാഹ് പഞ്ചമി എന്നറിയപ്പെടുന്നു. അപ്പോൾ രണ്ട് തരത്തിലും വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത് മോദി ഇന്ന് ഈ ധ്വജാരോഹണത്തിന് ശേഷം ആ ധ്വജത്തിലേക്ക് നോക്കി കുറച്ചു നേരം നിൽക്കുന്നത് കാണാമായിരുന്നു. എന്തൊക്കെ വികാരങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയത് എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. കാരണം അതുപോലെ വികാരവിക്ഷുബ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം. കാരണം 500 കൊല്ലത്തോളം അല്ലേ, 1523 ബാബറിൻ്റെ സൈന്യാധിപൻ തകർത്ത് കളഞ്ഞ ശേഷം ഈ തകർത്ത് കളഞ്ഞ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി വിധിയിലുമൊക്കെ ഉണ്ട്. കാരണം യാത്രാ വിവരണങ്ങളിലുമൊക്കെ ഗവർണറുടെ ഒക്കെ യാത്രാ വിവരണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സൈന്യാധിപൻ വന്നിത് തകർത്ത് കളയുന്നു. കാരണം അയോധ്യ കാലത്ത് ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ക്ഷേത്രം തകർക്കുക എന്നുള്ളതാണ്. അതെക്കാലത്തും അത് ഇസ്ലാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ക്ഷേത്രം തകർക്കുക എന്നുള്ളത് അതിൻ്റെ ഔറംഗസേബിൻ്റെ കഥ നോക്കുക. 2500ഓളം ക്ഷേത്രങ്ങൾ. ഏറ്റവും അവസാനം നബിയുടെ ഏറ്റവും അവസാനത്തെ യുദ്ധം എന്താണ്? അവിടെ വിഗ്രഹാരാധന നടന്നിരുന്നല്ലോ നബിക്ക് മുമ്പ്. ആ വിഗ്രഹങ്ങളൊക്കെ തച്ച് തകർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ചതല്ലെങ്കിലും ഈ 500 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഹാരം, അത് സഹിഷ്ണുതയോടുകൂടി ഒരു സമൂഹം അല്ലേ സഹിച്ചു നിന്നു, അതിലൊരു തീർപ്പുണ്ടാകുന്നത് വരെ. എന്നിട്ട് അതുകൊണ്ടാണ് ഇന്നവിടെ ഉയർന്നിരിക്കുന്നത് ഹിന്ദുക്കളുടെ ധർമ്മധ്വജം ആണ് എന്ന് പറയുന്നത്. അത് പാറിപ്പറക്കുന്നുണ്ട്, അത് ഇനി പാറിപ്പറന്നുകൊണ്ടേയിരിക്കും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മോദി പറഞ്ഞു, ലോകം ഇന്ന് ഇതിന് ശേഷം ഒരു ചടങ്ങുണ്ടായിരുന്നു, പ്രസംഗം ഉണ്ടായിരുന്നു. യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചു, മോഹൻ ഭാഗവത് മോദി പ്രസംഗിച്ചു. അപ്പോൾ മോദി പറഞ്ഞു, ലോകം ഇന്ന് രാമമയം ആണ്, അലൗകികാനന്ദത്തിലാണ് ലോകം എന്ന് അദ്ദേഹം പറഞ്ഞു. 500 വർഷം ഹിന്ദുക്കൾ ഇത് സഹിച്ചു നിന്നു. ഈ 500 വർഷത്തിൻ്റെ കാര്യം മോഹൻ ഭാഗവത്തും യോഗിയും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഉയർത്തിയിരിക്കുന്ന ഈ കൊടി അത് ഹിന്ദു ബോധ പ്രതീകമാണ്. വെറുമൊരു കൊടിയല്ലത്, ഹിന്ദു ബോധ പ്രതീകം ആണ് അത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് പുനർജാഗരണ ധ്വജം കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഹിന്ദുക്കളുടെ പുതിയ ഉണർവിൻ്റെ കൊടിക്കൂറയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. പുനർജാഗരണ ധ്വജമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. സത്യം ബ്രഹ്മസ്വരൂപിയാണ് അദ്ദേഹം പറഞ്ഞു. സത്യമേവ ജയതേ. അപ്പോൾ സത്യം ബ്രഹ്മസ്വരൂപിയാണ്. അപ്പോൾ സത്യം എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പലതവണ ആവർത്തിച്ചു വരുന്നത് നമുക്ക് കാണാമായിരുന്നു. ആ സത്യം ജയിച്ച് അതിൻ്റെ ധർമ്മ കൊടിക്കൂറ പാറിച്ചിരിക്കുന്ന ദിവസമാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞു, ത്യാഗത്തിൻ്റെ ധാരാളം കർഷകരുടെ ത്യാഗം ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അശോക് സിംഗളിനെ, ഈ പ്രസ്ഥാനത്തിനൊക്കെ തുടക്കം കുറിച്ച നയിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് അശോക് സിംഗളിനെ അദ്ദേഹം ഓർക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത്
മറ്റേ യോഗിയും ഈ ഹിന്ദുക്കളുടെ ത്യാഗം ഓർമ്മിച്ചു. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഉയർത്തിയിരിക്കുന്ന കൊടി, ആ കൊടി ഈ 161 അടി ഉയരമുള്ള ശിഖരത്തിൻ്റെ മുകളിലാണ്. സാധാരണ വിമാനം എന്നൊക്കെ പറയും ഈ ക്ഷേത്ര തച്ച് ശാസ്ത്രത്തിൽ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് കൊടി വരിക. അതിന് 2.5 കിലോ കനമുണ്ട്, 11 അടി വീതി, 21 അടി 22 അടി ഉയരം, 11 അടി വീതി, 42 അടിയുടെ കൊടിമരം, 161 അടി ശിഖരം. ഇതാണ് ആ ശിഖരത്തിൻ്റെ മുകളിൽ 161 അടി ശിഖരം, അതിൻ്റെ മുകളിൽ 42 അടി കൊടിമരം, അതിൻ്റെ മുകളിൽ 22 അടി ഉയരവും 11 അടി വീതിയും 2.5 കിലോ കനവുമുള്ള കൊടിക്കൂറ. ആ കൊടിയിൽ സൂര്യനുണ്ട്, പിന്നെ ഓം പ്രണവമന്ത്രം സൂര്യൻ്റെ നടുവിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കോവിധാരം എന്ന വൃക്ഷം ആണ് അതിൽ പിന്നെ ഉള്ളത്. കോവിധാരം എന്നുള്ള വൃക്ഷം ഭരതൻ ഈ വംശത്തിലെ, സൂര്യൻ അതിലുള്ളത് സൂര്യവംശത്തിൽപ്പെട്ടവർ. സൂര്യൻ ഊർജത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രതീകം. സൂര്യവംശമാണ് ശ്രീരാമൻ്റേതും ഒക്കെ. മറ്റേ അതിൽ തന്നെ വരുന്ന രാജാക്കന്മാരിൽ രഘുവംശത്തിൽ വരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഭരതത്തിൻ്റെ രഥത്തിന് തിരിച്ചറിഞ്ഞിരുന്നത് അതിലെ ചിഹ്നം, അതിലെ കൊടിക്കൂറയിൽ അന്നുണ്ടായിരുന്നതാണ് കോവിധാരം എന്ന് പറഞ്ഞ വൃക്ഷം. കോവിധാരം എന്ന് പറഞ്ഞ വൃക്ഷം ഈ മലയാളത്തിൽ നമുക്ക് ചുവന്ന മന്ദാരം എന്ന് പറയാം. കശ്യപൻ സൃഷ്ടിച്ചതാണ്. മന്ദാരവും പാരിജാതവും കൂടി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുവന്ന മന്ദാരം 5-6 ഉണ്ട്, വയലറ്റും വെള്ളയൊക്കെ ഉണ്ടല്ലോ. വെള്ളയാണ് വീടുകളിലൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാവുക. അപ്പോൾ ഇതിന് കാഞ്ചനാർ എന്ന് ഹിന്ദിയിൽ പറയും, സിഗപ്പ് മന്ദാരൈ എന്ന് തമിഴിൽ പറയും. അപ്പോൾ കാമൽ ഫുഡ് ട്രീ എന്ന് ഇംഗ്ലീഷിലും പറയും. അപ്പോൾ 12 മീറ്റർ വരെ, സാധാരണഗതിയിൽ 8 മീറ്റർ, 12 മീറ്റർ വരെ ഉയരം ഉണ്ടാവും ഈ മരത്തിന്. ഓർക്കിഡ് പൂവിന് സാമ്യതയുള്ളത് കൊണ്ട് അങ്ങനെയും പറയാറുണ്ട്. ആസ്മ, ചുമ, അർശസ് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ഒരു ഔഷധമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ഗുജറാത്തിലും കേരളത്തിലുമാണ് ഈ കോവിധാരം എന്നുള്ള. ഇതിവിടെയും പലരുടെയും വീടുകളിലുണ്ട്, ഔഷധ സസ്യം എന്നുള്ള നിലയ്ക്ക് തന്നെ. ഇത് സ്വർഗവൃക്ഷം എന്നുള്ള നിലയ്ക്കും കാണുന്നുണ്ട് ഇതിനെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദുശുണ്ഡി എന്ന് പറഞ്ഞിട്ട് ഒരു മുനി, അത് രാമായണത്തിൽ ഉണ്ട്. ദുശുണ്ഡി മുനിയെ പാണ്ഡവന്മാരുടെ കുലഗുരു ദൗമ്യൻ്റെ മകൻ്റെ പേര് മന്ദാരൻ. അതാണ് മന്ദാരം വരുന്നൊരു റൂട്ട്. ഈ ദൗമ്യൻ കുലഗുരു പാണ്ഡവന്മാരുടെ, ദൗമ്യൻ്റെ പുത്രൻ മന്ദാരൻ, ഭാര്യ രമീക, അവർ രണ്ടുപേരും കൂടി ദുശുണ്ഡി മുനിയെ പരിഹസിച്ചു. മുനിമാർ സാധാരണ പരിഹാസം ഏറ്റു കഴിഞ്ഞാൽ ശപിക്കുമല്ലോ, ശപിച്ച് കല്ലായി പോവും, പലതൊക്കെ ആയി പോവും. അപ്പം അങ്ങനെ ശപിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മന്ദാരനെയും രമീകയും ഒക്കെ വൃക്ഷങ്ങളാക്കി, ശാപത്തിൽ കൂടി വൃക്ഷങ്ങളാക്കി. അപ്പോൾ വൃക്ഷങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവർ ഗണപതിയെ തപസ് ചെയ്തു മോക്ഷത്തിന് വേണ്ടി. അപ്പോൾ ഗണപതി ഇവരുടെ തപസ്സിലൊക്കെ തൃപ്തനായിട്ട്, സാരമില്ല, നിങ്ങൾ സ്വർഗത്തിലെ ദേവവൃക്ഷങ്ങളായി നിങ്ങൾ മാറും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ദേവവൃക്ഷങ്ങളിൽ പെടുന്നതാണ് ഈ കോവിധാരം എന്ന് പറഞ്ഞ് ഭരതൻ്റെ ചിഹ്നവും രഘുവംശത്തിൻ്റെ ചിഹ്നവും ഒക്കെ. പണ്ട് ഇത് ആരുടെ രഥമാണെന്നൊക്കെ കുരുക്ഷേത്രത്തിലുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് മറ്റേ ചിഹ്നം, രഥത്തിൽ ചിഹ്നം മുകളിലുള്ള. അപ്പോൾ രഥത്തിൻ്റെ മുകളിൽ കാവിക്കൊടിയിൽ അന്ന് ഭരതനുണ്ടായിരുന്ന ആ വൃക്ഷം, ചെറിയ വൃക്ഷമാണ്, ചെറിയ മരം, കോവിധാരം. അതാണ് ഈ ഇതിൻ്റെ അകത്ത് ഈ കാവിക്കൊടിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ത്രികോണത്തിലാണത്
ഉള്ളത് 140 കോടി ഇന്ത്യക്കാരുടെയും ഒരു പ്രതീകം എന്നുള്ള നിലയ്ക്കാണ് അതിരിക്കുന്നത്. അപ്പോൾ യോഗി പ്രസംഗിച്ചപ്പോഴും ഈ കോവിദാരം മരത്തിൻ്റെ കാര്യം പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മോഹൻ ഭാഗവത് ഇത് മറ്റേ 2 പാരിജാതത്തിൻ്റെയും മന്ദാരത്തിൻ്റെയും മിശ്രിതമാണ് എന്നുള്ള കോവിദാരം എന്ന് പറഞ്ഞ വൃക്ഷത്തിന് നമ്മുടെ സംസ്കാരത്തിലുള്ള പ്രാധാന്യവുമൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ഹിന്ദുക്കളുടെ ഒരു സാംസ്കാരിക വിജയം എന്നുള്ള നിലയ്ക്കാണ് ഇത് ഉയർന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷമായിട്ടുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ ഒരു സാഫല്യം ഇപ്പോഴാണ് ശരിക്കും പൂർത്തിയായത് അല്ലേ? അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഈ പറയുന്ന ഒരു മുസ്ലിം രാജവംശം വന്നപ്പോഴാണല്ലോ ഈ ക്ഷേത്രങ്ങളൊക്കെ തച്ച് തകർക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞു, ഭാരതത്തെയൊക്കെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു. ഈ ഒരു ആത്മവിശ്വാസമല്ലേ പ്രധാനമന്ത്രി തന്നെ പ്രകടിപ്പിക്കുന്നത്? ഇത് ഈ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് 700 കൊല്ലത്തോളം മുഗൾ രാജവംശം ഭരിച്ചിരുന്നു. 1200 ആ കാലഘട്ടമൊക്കെ നോക്കുമ്പോൾ, കാരണം അതിന് മുമ്പ് നമുക്ക് സിന്ധു സംസ്കാരം ഉണ്ടല്ലോ, സിന്ധു നദീതടം. അത് കഴിഞ്ഞ് ബിൻ കാസിം എന്ന് പറഞ്ഞ മുഗൾ രാജാവ്, അതിനു മുമ്പ് ഇസ്ലാമിക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആദ്യത്തെ 4 ഖലീഫന്മാരുടെ കാലത്തൊക്കെ ഉണ്ടാവുന്ന ഒരു സൈന്യാധിപൻ എന്നുള്ള നിലയ്ക്ക് ബിൻ കാസിമിനെ ചാച്ച് രാജവംശവും ദഹി രാജവംശവും ഒക്കെ ഭരിച്ചിരുന്ന കാലമാണ്. ഹിന്ദു രാജാക്കന്മാരെ ഭരിച്ചിരുന്ന കാലാണ് സിന്ധ്. ഹിന്ദ് എന്നുള്ള വാക്കൊക്കെ ആദ്യം കാണുന്നത് അവിടെ ദാര്യസ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്തൊക്കെയാണ്. അത് കഴിഞ്ഞ് വരുന്ന ഈ ചാച്ച് നാമ എന്നൊക്കെ പറഞ്ഞ് പുസ്തകമൊക്കെ ഉണ്ട്. ആ ഹിന്ദു രാജവംശത്തെ നശിപ്പിക്കാനായിട്ട് വരുന്ന ആളാണ് ബിൻ കാസിം. ആ ബിൻ കാസിമിന്റെ ഈ ഉമയ്യദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഖലീഫകളും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ബിൻ കാസിമിന്റെ കാലം മുതൽ ഈ ഇന്ത്യ ലാക്കാക്കി വരുന്ന അധിനിവേശങ്ങൾ, ആ അധിനിവേശം അവരുടേത് മറ്റേ അടിമ രാജവംശമൊക്കെ ഇല്ലേ അവരുടെ, മറ്റേ കുത്തബിന്റെ ഒക്കെ, കുത്തബ്ദീൻ ഐബക്കിന്റെ ഒക്കെ, അതാണ് അടിമ രാജവംശം എന്ന് പറയുന്നത്. അതിനൊക്കെ ശേഷമാണ് മുഗൾ രാജവംശമൊക്കെ വരുന്നത്. അതിനൊക്കെ മുമ്പ് തുടക്കമിടുന്നതാണ് ഇവിടെ ബാബറിന്റെ ആക്രമണം എന്ന് പറയുന്നത്. ആ ബാബറിന്റെ ആക്രമണ കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ് ഈ അയോധ്യയിലെ സംഗതി. അപ്പോൾ രാമനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ കപട മതേതരവാദികൾ, ഇസ്ലാമിസ്റ്റുകളൊക്കെ പറയുന്നത് ഈ ബ്രാഹ്മിൻ ഹെജിമണി എന്നൊക്കെ പറയും. പൊട്ടത്തര. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാമനെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു 99.9% കൃതികൾ നോക്കിയാൽ ഇത് മുഴുവൻ നമ്മുടെ മലയാളത്തിലും ഈ ചില കൃതികൾ ഒഴിച്ചാൽ എഴുത്തച്ഛൻ മുതൽ എല്ലാവരും ഈ പിന്നാക്ക ജാതിയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. രാമനെ പറ്റിയിട്ടുള്ള കൃതികളൊക്കെ, വലിയ രചനകളൊക്കെ നടന്നിരിക്കുന്നത്. നിരണം കവികളോ അങ്ങനെയൊക്കെ, ഈ പുനൻ നമ്പൂതിരിയോ അങ്ങനെ പോലുള്ള 1-2 കൃതികളല്ലാതെ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാമൻ എന്ന് പറഞ്ഞ രാജാവ് സമാധാനം എന്ത് എന്ന് ജീവിതത്തിൽ ഒരു നിമിഷം പോലും അറിഞ്ഞിട്ടില്ല. അവസാനം വരെ പരീക്ഷണങ്ങൾക്ക് പുറമെ പരീക്ഷണങ്ങളില്ലേ, വനവാസം, സുഖമായ ഒരു ജീവിതം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ ധിക്കരിച്ചിട്ടൊരു സുഖജീവിതം വേണമെങ്കിൽ ആകാം. ദശരഥനെ ധിക്കരിച്ചിട്ട് നമ്മൾ വാൽമീകി രാമായണം വായിക്കുമ്പോൾ നിങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ നടക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതൊക്കെ പറഞ്ഞ് രാമൻ തർക്കിക്കുന്നൊക്കെ ഉണ്ട്. വാൽമീകി രാമായണം വേറെ, അധ്യാത്മ രാമായണം വേറെ. കാരണം വാൽമീകി രാമായണത്തിൽ മനുഷ്യനായിട്ട് കണ്ടുകൊണ്ട് എഴുതുന്നതാണ്. അപ്പം അങ്ങനെ, പക്ഷെ അച്ഛനെ അനുസരിച്ചിട്ട് കാട്ടിലേക്ക് പോവുക. അതെ, ഒരു ഭാര്യയ്ക്ക് വേണ്ടി ദശരഥൻ ചെയ്യുന്നതാണെങ്കിലും അങ്ങനെ പോവുകയും, അപ്പോൾ അതിൻ്റെ കൂടെ സീതയും പോവുക. സീതയോട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സീത പറയുന്നുണ്ട് സീതയുടെ ജാതകത്തിൽ തന്നെ ഇതുള്ളതാണ് ഈ വനവാസം, അതുകൊണ്ട് ഞാനും വരുന്നു. മാത്രമല്ല ജനകൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് വിദുഷിയാണ് സീത, രാമൻ്റെ ഗുരുവുമാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പം അങ്ങനെ പോകുന്നു അവസാനം വരെയും. പിന്നെയും തിരിച്ചു വന്ന ശേഷവും അല്ലേ അലക്കുകാരൻ പരദൂഷണം പറയുന്നു. അപ്പം രാജാവാണ് എന്നുള്ളതുകൊണ്ട്
വേണമെങ്കിൽ പിൽക്കാലത്തും ഒക്കെ മറ്റേ കമ്മ്യൂണിസ്റ്റ് രാജാക്കന്മാരും ഇസ്ലാമിസ്റ്റ് രാജാക്കന്മാരും ഒക്കെ ചെയ്തിരിക്കുന്നത് പറഞ്ഞവൻ്റെ തലവെട്ടുക എന്നുള്ളതാണ്. പക്ഷെ രാമൻ രാമരാജ്യം ആയതുകൊണ്ടും ധർമ്മം പുലർന്നതുകൊണ്ടും അങ്ങനെയല്ല, അയാളുടെയും കൂടി സംശയം തീർക്കുക എന്ന് പറഞ്ഞിട്ട് അഗ്നിശുദ്ധി വരുത്തുക അല്ലേ എന്ന് പറഞ്ഞ ഒരു ധർമ്മരാജ്യത്തിൻ്റെ പ്രതിനിധിയാണ് രാമൻ. അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും, ഇന്ത്യയിലെ ഓരോ മനുഷ്യൻ്റെയും ദുഃഖത്തിൻ്റെ അല്ലേ, ആ ചുമക്കുന്ന ഭാരത്തിൻ്റെ ഒക്കെ പ്രതീകമായിട്ടാണ് രാമനെ അവർ കൈവെള്ളയിലും ഹൃദയത്തിലും മനസ്സിലും ഒക്കെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് മോദി പറഞ്ഞത് ലോകം മുഴുവൻ ഇന്ന് രാമമയം ആണ് എന്നുള്ളത്. അപ്പം നമ്മൾ അയോധ്യയെ വീണ്ടെടുക്കുന്നു. കുമാരനാശാൻ എഴുതിയിട്ടില്ലേ അവസാനം, മറ്റേ അയോധ്യ വിവരണമൊക്കെ ഉണ്ട് കുമാരനാശാൻ്റെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതിൽ. അപ്പോൾ അയോധ്യ വീണ്ടെടുക്കുന്നു നമ്മളില്ലേ. അയോധ്യ എത്ര വലുതായി, ഇപ്പോൾ വലിയ നഗരങ്ങളിൽ ഒന്നായി മാറി. അതുപോലെ മറ്റേ ആഗ്രയേക്കാൾ കൂടുതൽ വിനോദസഞ്ചാരികൾ പോകുന്ന നഗരമായി അയോധ്യ മാറി. വിമാനത്താവളം വന്നു, പുതിയ മറ്റേ റെയിൽവേ സ്റ്റേഷൻ, അവിടെ വരാത്തതായിട്ടൊന്നുമില്ല, വലിയ നഗരമായി മാറി. അയോധ്യയുടെ ശരിക്കും ഇന്ത്യയുടെ ഒരു തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്നെ അയോധ്യ ഇപ്പോൾ വിരാജിക്കുന്നു. രാമൻ എല്ലാവരുടെ മനസ്സിലും ഒരു എന്താ പറയുക, നമ്മൾ മറ്റേ വിശ്വരൂപം എന്നൊക്കെ ഭഗവത്ഗീതയിലൊക്കെ അറിയുന്നില്ലേ, വിശ്വരൂപം എന്ന് പറയുന്നത്. അതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവതാര പുരുഷനായിട്ട് വിളങ്ങി നിൽക്കുകയും ചെയ്യുന്നു ശ്രീരാമൻ. രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഈ ധർമ്മം എന്ന് പറഞ്ഞ സംസ്കൃത വാക്കിന് സമാനമായിട്ട് ഒരു ഭാഷയിലും വാക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെന്താണെന്ന് അവർക്കറിയില്ല. അങ്ങനെയല്ല അവർ രാജ്യങ്ങൾ കെട്ടിപ്പടുത്തത്, വെട്ടിപ്പിടിക്കുകയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഇങ്ങനെയാണ് പുലരേണ്ടത് എന്ന് രാമൻ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു മാതൃകയായിരുന്നു. എങ്ങനെ മനുഷ്യന് മാത്രമല്ല, നമ്മൾ വാൽമീകി രാമായണം വായിക്കുമ്പോൾ വാൽമീകി രാമായണത്തിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന വാക്കാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മം. അദ്ദേഹം ധർമ്മത്തിനാണല്ലോ, മറ്റേയാളും ധർമ്മിഷ്ഠനാണല്ലോ, മറ്റേ സ്ത്രീ അവർ ധർമ്മിഷ്ഠയാണല്ലോ. എപ്പോഴും ധർമ്മത്തിൻ്റെ വല്ലാത്തൊരു കളിയാണ് ഈ രാമായണത്തിൽ. ഓരോ ശ്ലോകം നമ്മളെടുത്ത് നോക്കുമ്പോഴും അതിൽ ധർമ്മം എന്ന് കാണാം. അപ്പോൾ ആ ധർമ്മം തന്നെയാണ് നമ്മൾ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ ചാരിറ്റി ഒന്നുമല്ല ഇത് എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒന്നുമല്ല. എങ്ങനെയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ നിയമങ്ങൾ ക്രോഡീകരിച്ചതൊക്കെയാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാരതം മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ശ്രീരാമൻ. അപ്പോൾ ശ്രീരാമൻ്റെ നഗരിയിൽ നമ്മൾ ഈ രഘുവംശത്തിൻ്റെ തന്നെ സാമ്യതയുള്ള ധർമ്മത്തിൻ്റെ ധ്വജവും അതിൽ ധർമ്മത്തിൻ്റെ കൊടിക്കൂറയും ഉയർത്തുമ്പോൾ നമ്മൾ നമ്മുടെ പൈതൃകത്തിൻ്റെ വീണ്ടെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. ആ കൊടിക്കൂറ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.